ഇന്നൊരു കുഞ്ഞു മിനി വ്ലോഗായാലോ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും മസാലക്കറിയുമായിരുന്നേ. പൂരിക്കുള്ള മാവ് കുഴച്ചതാണ്ട് അണ്ണനെ ഏൽപ്പിച്ചാണ്. ഇവിടെ ഇങ്ങനെ ഈ മാവ് കൃത്യമായിട്ട് പരത്തിയെടുക്കാനായിട്ട് അണ്ണന് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഞാനോ നിച്ചിക്കുട്ടനോ സച്ചിക്കുട്ടനോ ഒക്കെ പരത്തിയാൽ ഇങ്ങനെ ആ ചപ്പാത്തി കുഴലുണ്ടല്ലോ അത് എടുത്തെടുത്ത് പരത്തും. ഇങ്ങനെ കറക്റ്റായിട്ട് പരത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ അണ്ണൻ ഇക്കാര്യത്തിൽ എക്സ്പെർട്ടാണ്. അങ്ങനെ പൂരി പരത്താൻ എക്സ്പെർട്ടായിട്ടുള്ള അണ്ണനെ പരത്താനായിട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ താണ്ടെ കറിയൊക്കെ വെക്കാനായിട്ട് തന്നെയാണ്. മസാലക്കറി വെക്കുമായിരുന്നേ. പൂരി മസാലക്കറി നിച്ചുക്കുട്ടൻ്റെ ഫേവറേറ്റ് ആണ്. ഇന്ന് ഗ്രൂപ്പ് വർക്കായിട്ട് ചെയ്യുന്നത് കണ്ട് തന്നെ നിച്ചുക്കുട്ടനും നമ്മളോട് സജീവമായിട്ട് ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. പക്ഷേ കുട്ടി കുളിച്ച് സുന്ദരക്കുട്ടപ്പനായ മാത്രമേ ക്യാമറയുടെ മുന്നിലോട്ട് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ആളെ ഞാൻ ക്യാമറ കാണിക്കാത്തത്. അങ്ങനെ പൂരിയൊക്കെ പരത്തി മസാലക്കറിയൊക്കെ റെഡിയാക്കി വെച്ച് പൂരി ചുടാനായിട്ട് നിച്ചുക്കുട്ടനെ ഏൽപ്പിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഞാൻ മണിയണ്ണം ഒരു സ്ഥലത്ത് വരെ പോയിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നന്നായി പൂരി ചുടുവാണ്. അപ്പോൾ അവൻ ബാക്കിൽ നിന്ന് പറയാണ്, ഗൈസ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പൂരി ചുടുന്ന അമ്മ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആവശ്യപ്പെട്ടവർ എന്നീ ഒരു മിനി വ്ലോഗ് കൊണ്ട് ഒന്ന് തൃപ്തിപ്പെടണേ. ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. പിന്നെ ടാറ്റാ ബൈ.